ഇതാണ് ഞങ്ങളുടെ പാടം. നല്ല ഭംഗിയുള്ള പാടാണ്, നിറയെ പാടവും തോടൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ചോറിട്ട് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ വന്നതാണ് ഞങ്ങൾ എല്ലാവരും കൂടെ വടിക്ക്. ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നത്. ഫ്രൈഡ് റൈസും ലാലേട്ടൻ സ്പെഷ്യൽ ചിക്കൻ കറിയും ഒക്കെയാണ് ഉണ്ടാക്കാൻ വെച്ചത്. പക്ഷെ സമയം വൈകിയതുകൊണ്ട് ചിക്കൻ അല്പം മാറ്റമുണ്ട്. ചിക്കൻ മലായി ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ പണിയിലാണ് ഇപ്പോൾ. ചിക്കൻ മലായി ഉണ്ടാക്കാൻ നല്ല ഈസിയാണ്. ചെറിയ ഉള്ളിയും പച്ചമുളകും ചിക്കനും മാത്രം ഇട്ട് വേവിച്ചാൽ മതി. വേറെ ഒന്നും മസാലയും വേണ്ട. ഇതിലേക്കുള്ള പാകത്തിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പും. ഫ്രൈഡ് റൈസിനുള്ളതാണ്. കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്, കുറച്ച് നെയ്യും കൂടെ എടുക്കുന്നുണ്ട്. ഫ്രൈഡ് റൈസിക്കുള്ളത് നോക്കുകയാണ്. ആദ്യം ഉള്ളിയാണ് ഇടുന്നത്. അടുത്തതായിട്ട് ബീൻസ് ആണ് ഇടുന്നത്. ഇനി കുറച്ച് ക്യാരറ്റ്, ഇനി കുറച്ച് ക്യാപ്സിക്കം. ഇതൊരുപാട് വേവേണ്ട കാര്യമൊന്നുമില്ല, ഒന്ന് വാടി കിട്ടിയാൽ മതി. കുറച്ച് ക്യാബേജും കൂടെ ഇട്ട്, വയലറ്റ് ക്യാബേജാണ്. ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമാണ്. രണ്ടും ആയി തുടങ്ങിയിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ ഒന്നും കൂടെ നോക്കാം. ചിക്കനും ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസിന് പപ്പടം നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ചിക്കൻ മലായി ഒന്നും കൂടെ ഡാർക്ക് കളറൊക്കെ ആയിട്ട് വരും, നല്ല കളറായിട്ട് വരും. ഇത് വേഗം എടുക്കുന്നോണ്ടാണത്, സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് മുന്നേ തന്നെ എടുക്കുകയാണത്. ഇന്ന് ഇതിലേക്ക് മുളക് കറി ഉണ്ടാക്കുന്നത് ഫ്രൈഡ് റൈസിലേക്ക്. ഫ്രൈഡ് റൈസ് അടിപൊളിയാണ്, അതിലും ടേസ്റ്റാണ്. അത് നല്ല ടേസ്റ്റാണ്. ചിക്കൻ മലായി മസാല നല്ല ടേസ്റ്റാണ്.
ഫ്രൈഡ് റൈസ് തന്നെ നല്ല ടേസ്റ്റാണ്, വെറുതെ കഴിക്കാൻ തന്നെ, വേറെ ഒന്നും ഇല്ലെങ്കിൽ ഭയങ്കര ടേസ്റ്റാണത്.